ഇപ്പൊ കിട്ടും സൗജന്യങ്ങളെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് മുന്നിലേക്ക് കെ ആന്റണി പറഞ്ഞതേ ഈ പ്രതികരണം അങ്ങ് സമർപ്പിക്കുകയാണ്. പാപ്പരായ സംസ്ഥാനമാണത്രേ. വലിയ പ്രഖ്യാപനങ്ങളൊന്നും ആദ്യം ആരും പ്രതീക്ഷിക്കരുതേ. പിന്നെ എപ്പോഴാ പ്രഖ്യാപിക്കുക? കാര്യം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ആദ്യ ക്യാബിനറ്റിൽ തീരുമാനമെടുക്കുമെന്നുള്ള നിലയ്ക്ക് നാട് നീളെ പറഞ്ഞ പല വാഗ്ദാനങ്ങളുണ്ട്. അത് ആദ്യ ക്യാബിനറ്റിൽ അദ്ദേഹത്തിന് പ്രഖ്യാപിക്കാൻ പറ്റില്ലത്രേ. അതായത് 4000 കോടി രൂപയാണ് നിലവിൽ പിണറായി സർക്കാർ കടന്നു പോകുമ്പോൾ ഖജനാവിൽ ബാക്കിയുള്ളതും. ഇത് പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ആ ഫണ്ട് പ്രത്യേകമുണ്ട്. ഒന്നിനും ഫണ്ടിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നമ്മളുടെ ദൂർത്തടി കഴിഞ്ഞിട്ടല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ദിവസം ചിലവായ പൈസ ചിലവാക്കിയിട്ടല്ലേ ഈ മോഹന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ പറ്റൂ എന്ന രീതിയിലാണ് കെ ആന്റണി എന്തിനാണ് ഈ അഭിപ്രായം പറയേണ്ട കാര്യം? മുഖ്യമന്ത്രിയല്ലേ പറയേണ്ടത്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുതെന്ന്. ഇങ്ങനെയൊക്കെയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കുക എന്നുള്ള കാര്യം. നമ്മുടെ ഒരു കാര്യം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു വാഗ്ദാനവും കൊടുത്തു കഴിഞ്ഞാൽ അവർ കയറി എന്ത് ചെയ്യും? ഒന്ന് ത്രസിക്കും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സൊന്നും വല്ലാതെ എനിക്കത് കിട്ടിയാൽ കൊള്ളാലോ, സൗജന്യമായി കിട്ടുന്ന കാര്യമല്ലോ. എന്ത് സൗജന്യമായി കിട്ടും എന്ന് കേൾക്കുമ്പോൾ മലയാളി അങ്ങ് ചാടിപ്പോകുമെന്നുള്ള സൈക്കോളജിയാണ്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാൻ പോകുന്നു, അല്ലെങ്കിൽ ക്ഷേമ പെൻഷനുകൾ 3000 രൂപ. ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി ആരോഗ്യ മേഖലയ്ക്ക് 25 ലക്ഷം വെച്ചാണ്. അതായത് ഇതൊന്നും തുടക്കത്തിൽ പ്രതീക്ഷിക്കരുത്. പാപ്പരാസിയായ സംസ്ഥാനമാണ് അത്രേ. ഈ പാപ്പരാസി എന്നിപ്പോൾ ഇവർ എന്തിനാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇവിടുത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ടുണ്ടോ? ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടോ? ഒന്നുമില്ലല്ലോ. കൊടുക്കേണ്ടതെല്ലാം കൊടുത്തതിന് ശേഷം ഇറങ്ങിപ്പോയൊരു സർക്കാരിന് എല്ലാ കാര്യങ്ങളും എവിടെ നിന്ന്, വീടുകളിൽ നിന്ന് എടുത്തു കൊടുത്താണോ? സതീശന്റെ വീട്ടിൽ നിന്നോ കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ നിന്നോ ഒരു കാര്യവും ചെയ്യണ്ട. ആ ഖജനാവിലുള്ള കാശെടുത്ത് എന്താണോ ഇവർക്ക് ആദ്യ ക്യാബിനറ്റിൽ പ്രഖ്യാപിക്കും. അതായത് കുടുംബശ്രീ അല്ലെങ്കിൽ ആശാവർക്കർമാർ, കുടുംബശ്രീ അല്ല ആശാവർക്കർമാരെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് ഓണറേറിയം 21,000 രൂപയാക്കുമെന്നായിരുന്നു സതീശന്റെ ആദ്യ ക്യാബിനറ്റ് പ്രഖ്യാപനം. അതിനുശേഷമാണ് ആദ്യത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ജെൻഡർ ടിക്കറ്റ് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള നിലയ്ക്ക്. അതിനുശേഷം നടത്തിയ പ്രഖ്യാപനമാണ് നമ്മുടെ 3000 രൂപ ക്ഷേമ പെൻഷൻ. അപ്പോൾ ഈ 3 കാര്യങ്ങളെങ്കിലും, അതിനുശേഷം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ. അതിനെ തുടർന്ന് നിരവധി വാഗ്ദാനങ്ങളുണ്ട്. എന്നിരുന്നാലും ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കി കൊടുക്കേണ്ടത് ഇതാണ്. അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക, അതിൽ ഒരു മെജോറിറ്റി വേണ്ട, ഒരു 2 കുടിശ്ശികയെങ്കിലും കൊടുത്തു തീർത്ത് കാണിക്കുന്നത്. കാര്യം നമ്മൾ വാക്കുകൾ കൊണ്ട് വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതിനപ്പുറം സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉണ്ട്. ഈ നാട്ടിലിരുന്നിട്ട് ആരോഗ്യ മേഖലയിലൊക്കെ നടപ്പാക്കാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ച് വാചക കസർത്ത് നടത്തിയതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു അത്ഭുതവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതിൻ്റെ തെളിവാണ്. കെ ആന്റണിയെ പോയി കണ്ടതിന് ശേഷം വലിയ വാഗ്ദാനങ്ങളൊന്നും ഇപ്പം നടപ്പാക്കാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും തട്ടിമുട്ടി അങ്ങോട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ വാക്ക് കൊടുത്ത് മോഹിപ്പിച്ച് വഞ്ചിക്കാൻ പോകുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് കെ ആന്റണിയുടെ വാചകങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് സൗജന്യമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് തുടക്കത്തിൽ തന്നെ ഉണ്ടംപൊരി കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.